ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളത് പഞ്ചാബ്. ഇന്ത്യ എന്റെ രാജ്യം, ബ്രിട്ടീഷ് ഇന്ത്യ. ഇന്ത്യ നിന്റെ ഇന്ത്യ അല്ല. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥയാണ്. പഞ്ചാബിലെ ഒരു 111 വയസ്സുള്ള വിപ്ലവകാരി തൂക്കിലേറ്റപ്പെടാനുള്ള തന്റെ ഭാര്യയെ കാത്തിരിക്കുമ്പോൾ. പക്ഷേ ഈ കാത്തിരിപ്പ് എന്തിനായിരുന്നു? അവൻ തൂക്കിലേറ്റപ്പെടാൻ അത്ര ആകാംക്ഷയോടെ എന്തുകൊണ്ട് കാത്തിരുന്നോ? മുഴുവൻ കഥ മനസ്സിലാക്കാൻ നമുക്ക് 1100 കാലത്തേക്ക് പോവാം. അപ്പോ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ കൃഷി വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അംഗ്രേജുകാർ ഒരു നിയമം കൊണ്ടുവന്നു, കോളനൈസേഷൻ ആക്ടും ദോആബ് ബാരി ആക്ടും. ഇതില് കനാൽ നിർമ്മാണത്തിന്റെ പേരിൽ കർഷകരിൽ നിന്ന് അവരുടെ ഭൂമി കവർന്നെടുത്തു. കൂടാതെ അന്യായമായ നികുതികളും ഏർപ്പെടുത്തി. ഭഗത് സിംഗിന്റെ ചാച്ചൻ അജിത് സിംഗ് ജി ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. 1907 മാർച്ച് 3 ഇപ്പൊ പാകിസ്ഥാനിലായ ലോയൽപൂരിൽ ഒരു വലിയ റാലി നടന്നു. അവിടെ ഒരു ഗാനം പാടപ്പെട്ടു. ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയായിരുന്നു: പഗ്ദി സംഭാൽ ജട്ട, പഗ്ദി സംഭാൽ ഓയി, പഗ്ദി സംഭാൽ ജട്ട, പഗ്ദി സംഭാൽ കോയി. ഈ ഗാനം അത്ര പ്രശസ്തമായി മുഴുവൻ പ്രക്ഷോഭത്തിനും പഗ്ദി സംഭാൽ പ്രക്ഷോഭം എന്ന പേരായി പോയി. ഈ ഗാനം കേട്ട് ബ്രിട്ടീഷുകാർ അത്ര ഭയപ്പെട്ടു. അവർ അജിത് സിംഗിനെ 40 വർഷത്തേക്ക് ദേശനിരാസനത്തിന് വിധേയനാക്കി. പിന്നീട് അജിത് സിംഗ് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറ്റലി, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് പോയി അവിടെ നിന്നും തന്റെ പോരാട്ടം തുടരുകയും ചെയ്തു. അതൊരു കാലഘട്ടമായിരുന്നു. ആ കാലത്ത് ദേശത്തിന്റെ അമ്മമാർ തങ്ങളുടെ ഗർഭത്തിൽ നിന്ന് കുട്ടികളെയല്ല, വിപ്ലവകാരികളെയാണ് ജനിപ്പിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു കുട്ടി വളരുകയായിരുന്നു. അവന്റെ പേര് കർത്താർ സിംഗ് സരാഭ. പക്ഷെ ഈ കഥ ഇത്രയിലൊന്നും അല്ല. ഈ കഥയില് സ്വാതന്ത്ര്യ സമരവും ബലിദാനവും കൂടാതെ ആര്യ സമാജവും ഉണ്ട്. നമസ്തേ രഗി. പുൽബാരിയിലെ ആ പച്ചുപാനിയിലെ തെളിയുന്ന മനോഹരമായ പാകൽ ഛായ കശി എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഹർപ്രീത് കൗറാണ്. 1896 മെയ് 24 ലുധിയാനയിലെ സരാഭ ജില്ലയില് ഒരു ജാട്ട് സിഖ് കുടുംബത്തില് പിതാവ് മംഗൽ സിംഗ്, മാതാവ് സാഹിബ് കൗർ എന്നിവരുടെ വീട്ടില് ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് കർത്താർ സിംഗ് എന്ന് പേര് വെച്ചു. ബാല്യത്തിൽ തന്നെ പിതാവ് അന്തരിച്ചു. അവന്റെ വളർച്ചയും പരിപാലനവും അവന്റെ അപ്പൂപ്പൻ ഏറ്റെടുത്തു. 10 വയസ്സായപ്പോ പഞ്ചാബില് പഗ്ദി സംഭാൽ ആന്തോളനം എന്നൊരു പ്രക്ഷോഭം കണ്ടു. അതില് ഇംഗ്ലീഷുകാരുടെ മുന്നിൽ തലകുനിയെ നിഷേധിക്കുകയായിരുന്നു. എന്നാൽ പഠനത്തിൽ വളരെ മിടുക്കനായ കർത്താർ ഹൈസ്കൂളിൽ നിന്ന് മെട്രിക് പരീക്ഷ മികച്ച മാർക്കോടെ പാസ്സായി. വീട്ടിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സമ്പന്നമായ കുടുംബമായിരുന്നു. ഏക മകനായതിനാൽ കർത്താർ 16 വയസ്സായപ്പോ അവന്റെ അപ്പൂപ്പൻ അവനെ കെമിസ്ട്രി പഠിക്കാൻ വർക്ക്ലസിലുള്ള കാലിഫോർണിയ സർവകലാശാലയിലേക്ക് അയച്ചു. ആദ്യം തന്നെ കർത്താർ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചേരുമ്പോ തന്നെ വിവേചനത്തിന് ഇരയാകേണ്ടി വന്നു. കാരണം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവനോട് ചോദിച്ച ചോദ്യങ്ങൾ ഒരു 16 വയസ്സുകാരൻ തയ്യാറാകാൻ കഴിയാത്തതായിരുന്നു. അവിടെ എത്തിച്ചേരുമ്പോ ഒരു സംഭവമാണ് അവന്റെ ജീവിതം എപ്പോഴും മാറ്റിയത്. വെസ്റ്റ് ഇന്ത്യ, പഞ്ചാബ് ഇന്ത്യ, എന്റെ ദേശം ബ്രിട്ടീഷ് ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യ അല്ല. സർദാർ സിംഗ് സരാഭ് 1912 രണ്ടാമതും അമേരിക്കയിൽ എത്തിയപ്പോ അവൻ ഇതേ സ്ഥലത്താണ് എത്തിയെന്ന് പറയപ്പെടുന്നു. ഇന്ന ബാരക്കിൽ നിന്നാണ് എല്ലാം ആരംഭിച്ചത്. ഒരു ബാരക്കിലെ ഡോർമിട്രിയിലെ അടിസ്ഥാനപരമായ ഒരു കിടപ്പുമുറി മാത്രമായിരുന്നു ജയിൽ മുറി പോലെയുള്ളത്, ഏതോ ഒരാൾ എടുത്തതുപോലെയുള്ളത്. കർത്താർ കണ്ടപ്പോ ഇന്ത്യന്മാരോട് അപമാനകരമായ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോ മറ്റു പ്രദേശങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന കുടിയേറ്റക്കാർക്ക് അനുമതി നൽകുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം ചോദിച്ചപ്പോ അവനോട് പറഞ്ഞു, ഇന്ത്യന്മാരെ അടിമകളാണ്, അതുകൊണ്ട് അവർ 2ാം തരം പൗരന്മാരാണ്. മറ്റൊന്ന്, അവൻ താമസിച്ചിരുന്ന വീടിന്റെ ഉടമ ഒരു ദിവസം മുഴുവൻ വീട് അലങ്കരിക്കുകയായിരുന്നു. സരാഭയോട് വീട്ടലങ്കരിക്കുന്നതിന്റെ കാര്യം ചോദിച്ചപ്പോൾ വീട്ടുടമ പറഞ്ഞു, ഇന്നാണ് അവരുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ദിവസം, അതിനാലാണ് അവൾ വീടലങ്കരിച്ച് ഈ ദിവസത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം സരാഭയുടെ ആത്മാവ് വേദനയോടെ ചോദിച്ചു, നമ്മൾക്ക് ഇങ്ങനെ ഒരു ദിവസം ആഘോഷിക്കാൻ കഴിയില്ലേ? ഇതുപോലെയുള്ള ചില സംഭവങ്ങളാണ് സരാഭയുടെ കണ്ണുകളിൽ സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നങ്ങൾ ഉണർത്തിയത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ, ഭാരതത്തില് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യാൻ അദ്ദേഹം തുടങ്ങുകയായിരുന്നു. 1912 വർഷം.
അമേരിക്കയിലെ പോർട്ട്ലാൻഡില് ഇന്ത്യൻ ജനങ്ങളുടെ ഒരു വലിയ സമ്മേളനം നടന്നു. ഹർനാം സിംഗ്, സോഹൻ സിംഗ് ഭഗ്ന ഉൾപ്പെടെ നിരവധി ഇന്ത്യൻവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം ആര്യ സമാജ ആശയധാരയിൽ നിന്ന് പ്രഭാവിതനായും മഹർഷി ദയാനന്ദ സരസ്വതിജിയുടെ പ്രിയ ശിഷ്യനുമായ ലാല ഹർദയാൽ അവിടെ തന്റെ പ്രസംഗം നടത്തി. ആ പ്രസംഗം കേട്ട് സാരാഭ വളരെ പ്രഭാവിതനായി. അത് ഇന്ത്യയുടെ ഒരു കാലഘട്ടമായിരുന്നു. രാജ്യത്തിലെ യുവാക്കള് കോൺഗ്രസിന്റെ മൃദു നയങ്ങളിൽ നിന്ന് വളരെ അസന്തുഷ്ടരായിരുന്നു. ആയുധമെടുക്കാതെ സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. പിന്നെന്ത്, സ്വാതന്ത്ര്യത്തിനായി നടക്കുന്ന പ്രസ്ഥാനം കൂടുതൽ ശക്തമായി. ആര്യ സമാജ് സൈനികർ വിദേശ ഭൂമിയിൽ ഗദർ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം വെച്ചു. ഇത് വിദേശത്ത് സ്ഥാപിച്ച ആദ്യത്തെ പ്രസ്ഥാനമായിരുന്നു. ഇവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ പ്രസ്ഥാനത്തിന്റെ യോഗങ്ങളിൽ സജീവമായി പങ്കെടുത്തു. ഗദർ പാർട്ടിയുടെ ഏക ലക്ഷ്യം ഏതു വിധേനയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു. ഇവിടെയുള്ളവരുടെ ഏക മുദ്രാവാക്യം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി എന്നതായിരുന്നു. എല്ലാ വിധത്തിലും സമർപ്പിതരാകില്ല. കുറച്ച് കുറവായാലും ഗദർ എത്രയോ ഉണ്ടായി. ജയപോ. എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. നമുക്കിത് ഒരു പ്രത്യേക രീതിയിൽ വേണമെങ്കിൽ പറയാം എന്ന് തന്നെ വേണം കരുതാൻ. ഇത് സാമ്രാജ്യത്വത്തിനെതിരെ ആര്യ സമാജ പ്രവർത്തകരുടെ ആയുധധാരിയായ പോരാട്ടത്തിന്റെ പ്രഖ്യാപനവും ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട പ്രസ്ഥാനവുമായിരുന്നു എന്ന് പറയാം. കർത്താർ സിംഗ് സജീവമായി പങ്കെടുത്തു. പാർട്ടി അവരെ അവരുടെ മുഖപത്രത്തിന്റെ പഞ്ചാബി പതിപ്പ് പുറത്തിറക്കാൻ ചുമതലപ്പെടുത്തി. പഞ്ചാബിക്ക് പുറമെ ഗദർ, ഹിന്ദി, ഉറുദു, ബംഗാളി, ഗുജറാത്തി, പശ്തോ ഭാഷകളിലും പ്രസിദ്ധീകരിച്ചു. ഇത് ലോകമാകെയുള്ള ഇന്ത്യക്കാരിലേക്ക് അയക്കാൻ തുടങ്ങി. ഒരു ഗദർ പ്രസ്ഥാനത്തിന്റെ ഗദറി ബാബായുടെ പ്രിന്റിംഗ് പ്രസ് അടുത്തിടെ സ്ഥാപിച്ചിരുന്നതായിരുന്നു. ഇവർ ആദ്യം ഗുരു. ഗദർ പ്രസ്ഥാനം സ്വീകരിച്ചിരുന്നത് യുഗാന്തർ ഹൗസ് ആയിരുന്നു. യുവാക്കൾ അവിടെ ഇരുന്ന് പ്രിന്റിംഗ് ചെയ്യുമായിരുന്നു. അതിനാൽ അവരെ ചതിയന്മാരെന്ന് വിളിക്കപ്പെട്ടിരുന്നു, അഥവാ ലോകത്തെ മുഴുവൻ പേജൻസ്. അഖ്ബാറില് ഇംഗ്ലീഷുകാർ നടത്തുന്ന അതിക്രമങ്ങളെ കുറിച്ച് പരാമർശിക്കാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത് പ്രവാസി ഇന്ത്യന്മാരുടെ ഇടയിൽ വിപ്ലവാത്മകമായ ആശയങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നേടി. ഉടൻ തന്നെ ആദ്യ ലോകമഹായുദ്ധം ആരംഭിച്ചു. ഗദർ പാർട്ടിയുടെ അംഗങ്ങൾ തീരുമാനിച്ചു ഇതാണ് സമയമെന്ന്, ദേശവാസികളെ ഒന്നിച്ചുകൂട്ടാൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന്. കാരണം ബ്രിട്ടീഷുകാർ ലോകമഹായുദ്ധത്തിൽ തങ്ങളെ രക്ഷിക്കാൻ തിരക്കിലായിരുന്നു. അങ്ങനെ തന്നെ 1914 ഓഗസ്റ്റ് 5 ഗദർ പതിപ്പില് ഇംഗ്ലീഷുകാരുടെ വിരുദ്ധമായി മറ്റൊരു യുദ്ധം പ്രഖ്യാപിച്ചു. അതിന്റെ പകർപ്പുകള് ലോകമെമ്പാടുമുള്ള ഇന്ത്യന്മാരില്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സൈനിക ക്യാമ്പുകളിലെ ഇന്ത്യൻ സൈനികരില് വിതരണം ചെയ്യാൻ തുടങ്ങി. ഗദർ പാർട്ടി അത്ര വലിയതായിരുന്നതിനാൽ അതിന്റെ വാർത്തകള് ഇംഗ്ലീഷ് പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി. ഗദർ പാർട്ടിയുടെ പ്രവർത്തകർ വിദേശങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. വയസ്സില് വെറും 18 മാത്രമായിരുന്ന കർത്താർ സിംഗ് സരാഭാജിയും 15 സെപ്റ്റംബർ 1914 സത്യൻ സെൻ, വിഷ്ണു ഗണേഷ് പിംഗള എന്നിവരോടൊപ്പം ഇന്ത്യയിലെത്തി. അവർ കൊൽക്കത്തയിൽ യുഗാന്തർ നേതാവായ ജതിൻ മുഖർജിയുമായി കണ്ടുമുട്ടി. ജതിൻ മുഖർജി അവരെ രാസ് ബിഹാരി ബോസുമായി ബന്ധിപ്പിച്ചു. കർത്താർ സിംഗും ബോസും ബനാറസിൽ കണ്ടുമുട്ടി 20,000 ഗദർ അംഗങ്ങൾ വരുന്നതും വിപ്ലവത്തിന്റെ പദ്ധതിയും അവനോട് പറഞ്ഞു, വിവരം നൽകി. ഇംഗ്ലീഷുകാർക്കെതിരെ ആര്യ സമാജം ഉയർത്തിയ വിപ്ലവത്തിന്റെ ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ വെളിപ്പാട്ടായിരുന്നു ഇത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇംഗ്ലീഷുകാർക്ക് വിപ്ലവകാരികളുടെ പദ്ധതിയുടെ സൂചന ലഭിച്ചു. അതിനാൽ അവർ വിപ്ലവകാരികളെ പിടികൂടാൻ വ്യാപകമായൊരു ഓപ്പറേഷൻ ആരംഭിച്ചു. ഗദർ അംഗങ്ങളിൽ പലരെയും തുറമുഖങ്ങളിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതൊന്നും കർത്താർ സിംഗിനെ തന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടയാൻ കഴിഞ്ഞില്ല. കർത്താർ സിംഗ് പഞ്ചാബിനെ വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രമാക്കാനുള്ള ഒരുക്കങ്ങളോടെ പഞ്ചാബിലേക്ക് പോയി. ഇതിനു പുറമെ മേറത്ത്, ആഗ്ര, ബനാരസ്, അലഹാബാദ്, അംബാല, ലാഹോർ, റാവൽപിണ്ടി എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ മനസ്സ് മാറ്റാനും അവരെ ഈ പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുത്താനും കർത്താർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതോടൊപ്പം ലുധിയാനയിൽ ചെറിയ തോതിലുള്ള ആയുധ നിർമ്മാണ യൂണിറ്റും സ്ഥാപിച്ചു. രാജ് ബിഹാരി ബോസ് അടക്കം മറ്റു മുതിർന്ന നേതാക്കളുമായി ചേർന്ന് വിപ്ലവത്തിന്റെ തീയതി ഫെബ്രുവരി 21, 1915 എന്ന് നിശ്ചയിച്ചു.
മിയാമീർ, ഫിറോസ്പൂർ എന്നിവിടങ്ങളിലെ സൈനിക ക്യാമ്പുകളിൽ ആക്രമണവും അംബാലയിൽ കലാപവും നടത്താനുള്ള പദ്ധതിയും തയ്യാറാക്കി. പക്ഷേ ഭാരതമാതാവിന്റെ ദുർഭാഗ്യമായി ഇവിടെ ഒരു ദേശദ്രോഹി കലാപത്തിന് ഒരു ദിവസം മുമ്പ് തന്നെ അവരോട് ദ്രോഹം ചെയ്തു. അതിനാൽ അനേകം വിപ്ലവകാരികൾ പിടിയിലായി. എന്നാൽ എന്തായാലും കർത്താർ സിംഗ് മാത്രമാണ് ഇംഗ്ലീഷുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ വിജയിച്ചത്. കർത്താവിന്റെ ഉദ്ദേശങ്ങൾ അതീവ ദൃഢമായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സൂര്യനെ കാണാനുള്ള ആഗ്രഹവും തന്റെ ഉദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറാൻ നിരാകരിക്കുകയും ചെയ്തു. 1915 മാർച്ച് 2 സരഗോദയിൽ ചക്ക് സംഖ്യ 5 22ാമത് കുതിരസേനയിലെ ഇന്ത്യൻ സൈനികരെ പ്രേരിപ്പിക്കുകയും കലാപത്തിന്റെ ചിങ്ങാരി കൊളുത്താൻ അത്യന്തം ധൈര്യമായ ഒരു അവസാന ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ ഈ തവണ 22ാമത് കുതിരസേനയുടെ റിസൾട്ടാണ് ഖണ്ഡ സിംഗ് അവനെ അറസ്റ്റ് ചെയ്തോ. ലാഹോർ ഗൂഢാലോചന എന്ന കേസില് ലാഹോറില് മറ്റ് ഗദർ അംഗങ്ങളോടൊപ്പം അവർക്കെതിരെ കേസ് നടന്നു. ഒരു 1915 സെപ്റ്റംബറിൽ വിധി പ്രസ്താവിച്ചു. 10 ഗദർ അംഗങ്ങൾക്ക് തൂക്കുമരണവും 17 പേർക്ക് തൂക്കുമരണ ശിക്ഷ തടവിലാക്കി അണ്ടമാൻ സെല്ലുലാർ ജയിലിലേക്ക് ജീവപര്യന്തം തടവിനയച്ചു. 9 വയസ്സുള്ള യുവാവ് ജഡ്ജി അവനോട് ചോദിച്ചപ്പോ തൂക്കുമരണമോ ജീവപര്യന്തമോ വേണമോന്ന്. സരാബയുടെ ധൈര്യം കാണൂ. ആ മഹാവീര യുവാവിന്റെ മറുപടി, ഞാൻ ജീവപര്യന്തം തടവിനേക്കാൾ തൂക്കുമരണം തിരഞ്ഞെടുക്കും. കാരണം വീണ്ടും ജനിച്ച് ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ കഴിയണം. ഇതിന് ജഡ്ജി ചോദിച്ചു, നീ പെൺകുട്ടിയായി ജനിച്ചാൽ? അതിന് സരാബയുടെ മറുപടി, ഞാൻ 10 സരാബമാരെ ജനിപ്പിക്കും. അങ്ങനെ ഇംഗ്ലീഷ് ഭരണത്തിന്റെ അടിസ്ഥാനം തകർക്കാൻ കഴിയണം. വിധി പ്രസ്താവിക്കുമ്പോൾ ജഡ്ജി അവനെ എല്ലാ വിപ്ലവകാരികളിലും ഏറ്റവും അപകടകാരിയാണെന്ന് പറഞ്ഞു. കാരണം അവൻ ചെയ്ത കുറ്റത്തിൽ അത്യധികം അഭിമാനിക്കുന്നു. അതിനാൽ അവൻ യാതൊരു തരത്തിലും കരുണയ്ക്ക് അർഹനല്ല. അവന് തൂക്കുമരണം തന്നെ നൽകണം. വീട്ടിലെ ഏക ദീപമായ കർത്താർ സിംഗിനെ കാണാൻ അപ്പൂപ്പൻ ലാഹോർ ജയിലിലേക്ക് വന്നു. അപ്പൂപ്പൻ പറഞ്ഞു, കർത്താർ സിംഗ്, നിന്റെ ബലിദാനത്തിൽ രാജ്യത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നില്ല. നീ നിന്റെ ജീവിതം എന്തിനു നശിപ്പിക്കുകയാണ്? അതിന് മറുപടിയായി കർത്താർ സിംഗ് അപ്പൂപ്പനോട് ചില ബന്ധുക്കളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അവർ ഹെയ്സ, പ്ലേഗ് അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ മൂലം മരിച്ചവരായിരുന്നു. പിന്നെ ചോദിച്ചു, അതിനാൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കൊച്ചുമകൻ ഒരു അത്രയും വേദനാജനകമായ രോഗത്തിൽ മരിക്കണോ? അതിനേക്കാൾ 1000 മടങ്ങ് നല്ലത് ഈ മരണല്ലേ? 1915 നവംബർ 16 കർത്താർ സിംഗ് ചിരിയോടെ കണ്ണുകളിൽ പ്രകാശം നിറഞ്ഞ് താൻ എഴുതിയ ദേശഭക്തി ഗാനം പാടിക്കൊണ്ട് മുന്നോട്ടു പോയി. ഇതെല്ലാം മഹേശ്വരിൽ നിങ്ങൾ കാണും. എന്റെ വാക്കുകളും എന്റെ കഥയും. ഞാൻ ഹിന്ദു ജനങ്ങളുടെ ഒരു സേനാനിയാണ്. ഹിന്ദുസ്ഥാൻ എന്റെ ദേശമാണ്. ഞാൻ ഹിന്ദി, ശുദ്ധമായ ഹിന്ദി, ജാതി ഹിന്ദി, പേര് ഹിന്ദി. ഇതാണെന്റെ മതം, ഇതാണെന്റെ വിഭാഗം, ഇതാണെന്റെ കുടുംബം. ഞാൻ ഈ ഉജ്ജ്വലമായ ഭാരതത്തിന്റെ ഒരു സാധാരണയാളാണ്. ഇതാണ് എന്റെ വിലാസവും ഇതാണ് എന്റെ തിരിച്ചറിയലും. ഞാൻ എഴുന്നേറ്റാലും ഇരുന്നാലും നിന്റെ കാലടികൾ തൊടാൻ ആഗ്രഹിക്കുന്നു ഭാരതമേ. എവിടെയാണ് എന്റെ ഭാഗ്യം? എവിടെയാണ് എന്റെ നസീബ്? നിന്റെ സേവനത്തില് ഭാരതമേ. ഈ തല പോകട്ടെ, ഈ ജീവൻ പോകട്ടെ. അപ്പൊ ഞാൻ മനസ്സിലാക്കും മരണം തന്നെയാണ് എന്റെ ജീവിതം. വെറും ദർശകൻ. വന്ദനം മാത്രം. സർദാർ കർത്താർ സിംഗ് സരാഭ 11ാം വയസ്സിൽ തന്നെ ഫാസിയിൽ കയറി വീണു. ഗദർ പാർട്ടി അല്ലെങ്കിൽ ആന്തോളനം വിജയിച്ചില്ലെങ്കിലും സർദാർ കർത്താർ സിംഗ് സരാഭ ഭഗത് സിംഗിന്റെ പ്രചോദന ശക്തിയായി മാറി. ഈ ലാഹോർ ജയിലില് 100, 93, 33 മാർച്ച് 23-ാം തീയതിക്ക് വീണ്ടും വിപ്ലവത്തിന്റെ തരംഗം സൃഷ്ടിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഭഗത് സിംഗ് തന്റെ ഗുരുവെന്ന് വിശേഷിപ്പിച്ച വീരതയും ത്യാഗവും കൊണ്ട് അദ്ദേഹം ബലിന്റെ പ്രതീകമായി മാറി. അനേക ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം നേടി. പഞ്ചാബിലെ ഒരു നോവലിസ്റ്റായ നാനക് സിംഗ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എരിയുന്ന വാൾ 2 വാൾ എന്ന നോവൽ എഴുതിയിട്ടുണ്ട്. ആര്യ സമാജം എപ്പോഴും തന്റെ അമർ ഷഹീദ് കർത്താർ സിംഗ് സരാഭയുടെ ഓർമ്മയെ ആദരത്തോടെ സൂക്ഷിച്ചിരിക്കും. ഈ മഹാനായകന്റെ ബലിദാനത്തിന് ആദരപൂർവം 100 നമനങ്ങൾ.